58 കിലോഗ്രാം വരുന്ന 52 കോടിയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മോഷണം പോകുന്നു. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചുകൊണ്ട് ചില വിവരങ്ങൾ പുറത്തുവരുന്നു. മോഷണത്തിനായി ദുർമന്ത്രവാദം മറയാക്കി എന്നതായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കർണാടകയിലെ വിജയ്പുരിയിൽ അടുത്തിടെ നടന്ന ബാങ്ക് കവർച്ചയുടെ വിവരങ്ങൾ ജനങ്ങളെ ആകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വിജയപുര ജില്ലയിലെ ബസവന ബാഗേവാഡിയിലുള്ള കാനറ ബാങ്കിൽ നടന്ന കവർച്ചയുടെ വാർത്തകൾ നെഞ്ചെടുപ്പോടെയാണ് പ്രദേശവാസികൾ പോലും കേട്ടത്. മെയ് 23 വെള്ളിയാഴ്ചയായിരുന്നു മോഷണം നടക്കുന്നതിന് മുൻപുള്ള ബാങ്കിന്റെ അവസാനത്തെ വർക്കിംഗ് ഡേ. 24-25 തീയതികളിൽ ബാങ്ക് അവധിയായിരുന്നു. മെയ് 25 രാവിലെ 11:30 ബാങ്കിലെ ഒരു ജീവനക്കാരൻ ഇവിടേക്ക് എത്തിയപ്പോൾ പ്രധാന ഷട്ടറിന്റെ പൂട്ടും ഗ്രില്ലും തകർത്ത നിലയിൽ കണ്ടെത്തുകയും മോഷണ വിവരം പുറത്തറിയുകയുമായിരുന്നു. ശേഷം അന്വേഷണം വഴിതെറ്റിക്കാൻ ദുർമന്ത്രവാദത്തെ മറയാക്കി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതിനെ തുടർന്ന് കേസ് പോലീസിന് കാര്യമായ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. കേസ് തെളിയിക്കാൻ IIT പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. മലയാളികളെ ഉടൻ പിടികൂടുമെന്ന് അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങളെല്ലാവരും കടുത്ത ഭീതിയിലാണ്. മനാഗുളി പട്ടണത്തിലെ കാനറ ബാങ്കിന്റെ ഒരു ശാഖയിൽ മെയ് 24 രാത്രി അതിക്രമിച്ചു കയറിയ കവർച്ചക്കാർ 52 കോടിയിലധികം വിലമതിക്കുന്ന 58.975 കിലോഗ്രാം സ്വർണവും 5,20,000 രൂപയും കൊള്ളയടിച്ചതായാണ് പോലീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഉപഭോക്താക്കളിൽ പരിഭ്രാന്തി പരത്തരുതെന്ന് ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു. പരിശോധനയിൽ മോഷ്ടാക്കൾ ബാങ്കിൽ കയറി കൊള്ളയടിച്ചതായി കണ്ടെത്തി. ബാങ്ക് ഉദ്യോഗസ്ഥർ കൊള്ളമുതലുകൾ വിലയിരുത്തിയപ്പോൾ 59 കിലോ സ്വർണം മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. സ്വർണ്ണ വായ്പയ്ക്ക് ഈടായി ബാങ്കിൽ നിക്ഷേപിച്ച സ്വർണമാണ് ഇത് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. മെയ് 24 രാത്രിയാണ് കൃത്യം നടന്നതെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. കവർച്ചാ സംഘം ബാങ്കിലെ CCTV ക്യാമറകൾ അഴിച്ചെടുക്കുകയും ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ അവിടെ നിന്ന് കടത്തുകയും ചെയ്തത് പോലീസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരം തെളിവുകൾ സാധാരണഗതിയിൽ അന്വേഷണത്തിന് വലിയ രീതിയിൽ സഹായകമാകുന്ന സാഹചര്യത്തിൽ ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ചില വിചിത്ര രൂപങ്ങളും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു. കറുപ്പും വെള്ളയും കലർന്ന പാവയിൽ ചായങ്ങൾ ചാലിച്ച് വികൃതമായ രൂപം വരച്ച് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായെന്നാണ് കരുതപ്പെടുന്നത്. പാവകൾ ഉൾപ്പെടെയുള്ള ചില വസ്തുക്കളാണ് സംഭവ സ്ഥലത്ത് നിന്നും പോലീസിന് ലഭിച്ചത്. ഈ സംഭവം കർണാടകയിൽ ഒന്നാകെ ഭീതി വിതച്ചിരിക്കുകയാണ്. അതും സ്വർണത്തിന് സർവകാല വിലയിൽ എത്തി നിൽക്കുന്ന വേളയിലാണ് തുടർച്ചയായ കവർച്ചയുടെ വാർത്തകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ കർണാടകയിലെ ദാവണഗിരയിലുള്ള SBI ന്യാമതി ശാഖയിൽ സമാനമായ ഏകദേശം 13 കോടി വിലമതിക്കുന്ന 17.7 കിലോഗ്രാം സ്വർണം ഒരു സംഘം മോഷ്ടിച്ചിരുന്നു. ഇതിൽ 6 പേരെ ഈ ഫെബ്രുവരിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഈ സംഘത്തിൽപ്പെട്ട ബാക്കിയുള്ളവരാണോ കൃത്യത്തിന് പിന്നിൽ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അടുത്തിടെ ബിദറിൽ നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിൽ മോട്ടോർ സൈക്കിളിലെത്തിയ അക്രമികൾ 2 സുരക്ഷാ ജീവനക്കാരെ കൊലപ്പെടുത്തിയ ശേഷം ATMൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയ 93 ലക്ഷം രൂപ കൊള്ളയടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ബാങ്കിൽ നിന്ന് കവർന്നതായ വാർത്തകൾ പുറത്തുവരുന്നത്. കേസിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. അതിന്റെ ആഘാതം മാറും മുൻപാണ് പുതിയ മോഷണ വാർത്ത എത്തിയിരിക്കുന്നത്.